ദേവസ്യ സംസരതോ വിമോക്ഷണം ന ജാനതോ അനർത്ഥവഃ ശരീരത ലീലാവതാരൈः സ്വയശ പ്രദീപകം പ്രാജ്വാലയത്വതമഹം പ്രപദ്യേ അഥാപ്യാശ്രാവേ ബ്രഹ്മ നരലോകവിഡംബനം രാജ്ഞഃ പൈതൃശ്വസയസ്യ ഭക്തസ്യ ച ചികീർഷിതം യക്ഷ്യതി ത്വാമഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ഠികാമോ നൃപതിഃ തൽഭവാൻ അനുമോദതാം തസ്മിൻ ദേവക്രതുവരെ ഭവന്തം വൈസുരാദയഃ ദിദിക്ഷവസമേഷ്യന്തി രാജാനുശേഷസ്വിനഃ ശ്രവണാൽ കീർത്തനാൽ ധ്യാനാൽ പൂയന്ത ദേവസായിനാം തവ ബ്രഹ്മമയസ്യ ശകിമുദേക്ഷാഭിമരിശിനഃ യസ്യാമലം ദിവ്യശപ്രഥിതം രസായം ഭൂമൗചതേ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാഥോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം ശ്രീസുക ഉവാച തത്ര തേഷു ആത്മപക്ഷേഷു അഗൃഹൽ സുവിജിഗീഷയ വാജപേശൈഃ സ്മൈൻ ഭൃത്യം ഉദ്ധവം പ്രാഹകേശവ ശ്രീഭഗവാനുവാച ഇത്യുദീരിതമാകർണ്യ ദേവഋഷിരുദ്ധവോ ബ്രവീൽ സഭ്യാനമതമാജ്ഞായ കൃഷ്ണസ്യ മഹാമതീം ഉദ്ധവ ഉവാച യദുക്തം ഋഷിണാ ദേവസാജീവ്യമക്ഷിതസ്ത്വയാ കാര്യം പൈതൃശ്വസയസ്യ രക്ഷാച ശരണൈഷിണ യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജൈന വിഭോ അതോ ജരാസൂതജയുഭയാർത്ഥമതോ മമ അസ്മാകം ച മഹാനത്വ ഹേതേനൈവ ഭവിഷ്യതി യശശ്ച തവ ഗോവിന്ദരാജ്ഞോബദ്ധാൻ വിമുഞ്ചതാം സവൈ ദുർവിഷഹോ രാജാ നാഗായുധ സമോബലെ ബലിനാമപി ച അന്വേഷം ഭീമം സമബലം വിന ദ്വൈരഥേ സതു ജയതവ്യോമാശത അക്ഷൗഹിണീയുത ബ്രഹ്മണ്യോഭ്യർത്ഥിതോ വിപ്രൈഹ ന പ്രത്യാഖ്യാതികരിഹിജിൽ ബ്രഹ്മവേഷധരോഗത്വം ഭിക്ഷേത മൃഗോദര ഹനിഷ്യതി സന്ദേഹോ ദ്വൈരഥേ തവ സന്നിധൗ നിമിത്തം പരമേശസ്യ വിശ്വസർഗ നിരോധയോ ഹിരണ്യഗർഭസർവസ്യ കാലസ്യാരൂപിണസ്തവ ഗായന്തി ദേവി വിശദകർമ്മ ഗൃഹേഷു ദേവീരാജ്ഞാം സ്വശത്രുവധം ആത്മവിമോക്ഷണം ച ഗോപ്യസ്യ കുഞ്ചരപതേ ജനക ആത്മജായാ പിത്രോശ്ച ലബ്ധശരണാമുനയോ വയം ച ജരാസന്ധവധ കൃഷ്ണഭൂര്യർത്ഥായോപകൽപ്പതേ പ്രായപാക വിഭാഗേന തവ ചാഭിമതക്രതുഃ ശ്രീസുക ഉവാച ഇത്യുദ്ധവജോരാജൻ സർവതോ ഭദ്രമച്യുതം ദേവഋഷിരതി വൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജയൻ അഥാദിശിൽ പ്രയാണായ ഭഗവാൻ ദേവകീസുതഃ ഭൃത്യാൻ ദാരുകചൈത്രാദീൻ അനുജ്ഞാപ്യ ഗുരൂൻ വിഭുഃ നിർഗമയ്യാവരോധാൻ സ്വാൻ സസുതാൻ സപരിച്ഛതാൻ സങ്കരീഷണമനുജ്ഞാപ്യ യദുരാജം ച ശത്രുഹൻ സൂതോപനീതം സ്വരഥമാരുഹൽ ഗരുഡധ്വജം തതോരഥദ്വീപഭടസാദിനായകൈഃ കരാളയാ പരിവൃതാത്മസേനയാ മൃദംഗഭേര്യാനകശംഖഗോമുഖൈഃ പ്രഘോഷഘോഷിതകകുഭോ നിരാക്രമൽ നൃവാജികാഞ്ജനശിപികാഭിരച്യുതം സഹാത്മജാഹ പതിമനു സുവൃതായയോ വരാംബരാഭരണവിലേപനസ്രജഃ സുസംവൃതാ നിർഭിരസി ചർമ്മപാണിഭി നരോഷ്ട്രഗോ മഹിഷഖരാശ്വതര്യനഃ കരേണുഭി പരിജനവാരയോഷിത സ്വലംകൃതാഃ കടകുടികമ്പളാംബരാദ്യുപസ്കരായയുരധിയുജ്യ സർവതഃ ബലം ബൃഹധ്വജപടഛത്രചാമരൈർവരായുധാഭരണകിരീടവർമ്മഭി ദിവാംശുഭിസ്തുമുലരവംബഭൗരവേര്യധാർണുവക്ഷുഭിതതിമിംഗിലോർമിഭി അധോ മുനിര്യതുപതിന സഭാജിതഃ പ്രണമ്യതം ഹൃദി വിദധൽ വിഹായസ നിശമ്യ തദ്വ്യവസ്ഥിതമാഹൃതാരിഹണോ മുകുന്ദ സന്ദർശന നിർവൃതേന്ദ്രിയഃ രാജദൂതമുവാചിതം ഭഗവാൻ പ്രീണയൻ ഗിര മാ ഭൈഷ്ടദൂതഭദ്രം മുഖാദയിഷ്യാമി മാഗധം ഇത്യുക്ത പ്രസ്ഥിതോ ദൂതോ യഥാവതവദം നൃപാൻ തേഭി സന്ദർശനം ശൗരേഹ പ്രത്യൈക്ഷൻ യന്മുക്ഷവഃ ആനർത്ത സൗവീരമരവും തീർത്വ വിനശനം ഹരി ഗിരീൻ നദീരതീയായ പുരഗ്രാമപ്രജാകരാൻ തതോ ദിഷദ്വതീം തീർത്വ മുകുന്ദോധ സരസ്വതീം പഞ്ചാലാനധമത്സ്യാംശക്രപ്രസ്ഥമഥാഗമൽ തമുപാഗതമാകർണ്യ പ്രീതോ ദുർദർശനം നൃണാം അജാതശത്രു നിരകാൽ സോപാധ്യായ സുഹൃദ്വൃതഃ ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ അഭ്യയാൽ സ ഹൃഷീകേശം പ്രാണാഹ പ്രാണമിവാദ്രിത ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയ കൃഷ്ണം സ്നേഹേന പാണ്ഡവഃ ശിരാദൃഷ്ടം പ്രിയതമം സസ്വജേഥ പുനഃ പുനഃ ദൗർഭ്യം പരിഷുചരമാമലാലയ മുകുന്ദഗാത്രം നൃപതിർഹദാശുഭഃ ലേഭേ പരാം നിർവൃതിമശ്രുലോചനോ ഹൃഷ്യത്തനുഃ വിസ്മൃത ലോകവിഭ്രമഃ തം ആതുലയം പരിഭ്യ നിർവൃതോ ഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രിയ യമൗ കിരീടീ ച സുഹൃത്തമം മുദാ പ്രവൃദ്ധബാഷ്പാഹ പരിരേഭിരേച്യുതം. എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്യണം. ആസ് ബെസ്റ്റ് ആസ് വൺ ക്യാൻ. മനസ്സിലായോ? എനിക്ക് ഇപ്പോൾ ഇനി ഇതിനേക്കാൾ എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും? ഇത്രേ പറ്റുള്ളൂ, നന്നാക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ നോക്കണം. ഈ പെർഫോമൻസ് ഇപ്പോൾ ചെയ്തതിനേക്കാൾ അടുത്ത തവണത്തെ പെർഫോമൻസ് ഇതിനേക്കാൾ നന്നാക്കണം. നമ്മൾ കോമ്പറ്റീഷൻ നമ്മൾ പഠിപ്പിച്ചത് അവൻ്റെ കട്ട് ത്രോട്ട് ബിസിനസ്സിൽ അവളെ കോമ്പറ്റ് ചെയ്യണം, അവളെ തോൽപ്പിക്കുമ്പോഴാണ് നീ ജയിക്കണേന്നാ, അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അപ്പുറം ഇപ്പുറമുള്ളവരെ തോൽപ്പിച്ചാൽ നമ്മൾ ജയിക്കുന്ന. അങ്ങനെയല്ല. നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് പുറത്തുള്ള മറ്റുള്ളവരോടല്ല, നമ്മൾ നമ്മുടെ ഏർലിയർ പെർഫോമൻസിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ?
ഓരോ തവണ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ആ പ്രവൃത്തി നല്ല ആത്മാർത്ഥമായി ചെയ്തു വെച്ചാൽ നമുക്ക് നല്ല സംതൃപ്തി കിട്ടും. അത് കിട്ടാണ്ടിരിക്കുമ്പോൾ ഓർക്കണം എന്തോ വേണ്ട പോലെ ആയില്ല. അടുത്ത തവണ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഡു ഇറ്റ് വെൽ. അല്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കണം മതി. എന്താ ഇപ്പം ചെയ്യാതെ കുറവ് ചെയ്യാണ്ടും വയ്യ, മനസ്സിനൊട്ട് ഇൻട്രസ്റ്റ് താല്പര്യം ഇല്ലേനും അങ്ങനെ ചെയ്യുമ്പോൾ നന്നാവുമോ? ഇല്ല. അതാണ് സമാചരം. അതോടൊപ്പം എന്ത് ചെയ്യണം? ശ്രദ്ധാലു. നിനക്ക് ശ്രദ്ധയുണ്ട് എൻ്റെ കഥകൾ കേൾക്കാനെങ്കിലോ. ഓ ലോകത്തെ മുഴുവനും നിൻ്റെ മനസ്സിനെ പരിപാവനമാക്കുന്ന പരിശുദ്ധമാക്കുന്ന എൻ്റെ മംഗളകരമായ ദിവ്യലീലകളെ, ആ ഭഗവാന്റെ അദ്ഭുത കഥകളെ കേൾക്കണം. ഗായൻ പാടണം, കീർത്തിക്കണം, സ്മരിക്കണം. ഭഗവാന്റെ അവതാര മഹോത്സവങ്ങളൊക്കെ കൊണ്ടാടണം. ഭക്തന്മാരോടുകൂടി ആടിപ്പാടണം. അതോടൊപ്പം എല്ലാം എൻ്റെ സന്തോഷത്തിനായി എന്നിൽ അർപ്പിക്കണം. ധർമ്മമായാലും അർത്ഥായാലും കാമായാലും എല്ലാം ഭഗവാന്റെ സ്മരണയോടെ ഭഗവത് അർപ്പണമായി ചെയ്യണം. ഇങ്ങനെ എങ്ങനെ മതപാശ്രയ, എന്നെ തന്നെ സർവാത്മനാ ശരണമടഞ്ഞുകൊണ്ട്. ഒരിക്കലും ശരണം ഭഗവാനല്ലാണ്ട് വേറെ ആരെങ്കിലും ആവാൻ പാടില്ല. ലക്ഷ്യം ഭഗവാനാവണം. ലക്ഷ്യം ഭഗവാനായാൽ മാത്രമേ എന്താവുള്ളൂ, ഇതൊക്കെ സാധിക്കുള്ളൂ. ലക്ഷ്യം വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെ മനസ്സ് ഭഗവാനിൽ ഉറക്കിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളെന്തിനാ വന്നത് അത് മറന്നു പോകാൻ പാടില്ല. ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ലക്ഷ്യം എന്താ? ഭഗവാൻ. അതാണ് മതപാശ്രയ, എന്നെ ആശ്രയിച്ച് എന്നിലെത്തിച്ചേരാൻ വേണ്ടി, എന്നെ കിട്ടാൻ വേണ്ടി, ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലോ ലഭതേ നിശ്ചലാം ഭക്തി മൈ ഉദ്ധവ സനാതനേ, ശാശ്വത സത്യവസ്തു സ്വരൂപനായ എന്നിൽ നിനക്ക് നിശ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാകും. സത്സംഗം കൊണ്ട് ഉണ്ടാകുന്ന ഭക്തി കൊണ്ട് എളുപ്പത്തിൽ ആ സജ്ജനങ്ങൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ സാക്ഷാത്കരിക്കാം, അനുഭവിക്കാം എന്ന് പറയാണ് ഭഗവാൻ. ഇങ്ങനെ ഭഗവാൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. നമുക്കത് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഉപദേശം അവസാനം ഉദ്ധവനോട് ഭഗവാൻ പറയണം, പുണ്യദേശങ്ങൾ ദർശിക്കണം. ഭഗവാന്റെ അത്ഭുത ലീലകൾ നടന്ന പുണ്യസ്ഥലങ്ങൾ അവിടെയൊക്കെ പോണത് തീർത്ഥാടനമൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പാപശാന്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. തീർത്ഥാടനത്തിൽ ക്ലേശം സഹിച്ചാലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടുള്ള പാപനാശമൊക്കെ. പുണ്യാന്തേശാൻ ആശ്രയേത, പുണ്യദേശങ്ങളെ പോയിരുന്ന് ഭഗവത് ഭക്തന്മാർ, ആ ഭക്തന്മാരൊക്കെ പാടിയിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങളെ പാടുക. ഏകാന്തത്തിൽ അവിടെ ഇരുന്ന് ഭഗവാനെ സ്മരിക്കുക, ചിന്തിക്കുക. ഞാനാണ് സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായി ഇരിക്കണത് എന്ന് ഭാവന ചെയ്യണം. അറ്റ്ലീസ്റ്റ് മനുഷ്യരിലെങ്കിലും, എല്ലാ മനുഷ്യരിലും അവിടെ ഉള്ളിലിരിക്കുന്ന ജീവൻ എൻ്റെ ഭഗവാനാണ് എന്നറിഞ്ഞ് സ്പർദ്ധയും അസൂയയും വിദ്വേഷവും മത്സരഭാവവും മനസ്സിൽ നിന്ന് പൊന്തി വരും. അപ്പോഴൊക്കെ ഓർക്കണം, ആഫ്റ്റർ ഓൾ എൻ്റെ ഭഗവാനില്ലേ അവളിലുള്ളത്. പിന്നെന്താ അവൾ അങ്ങനെ പെരുമാറുന്നത്? അത് അവളുടെ സ്വഭാവം കൊണ്ടാണ്, അത് ആ വാസന കൊണ്ടാണ്. അത് നീങ്ങിയ ശുദ്ധായി. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ ഭേദഭാവന കളയണം. അപ്പം എല്ലാവരിലും കോമണായിരിക്കുന്ന ഘടകം ഭഗവാനാണ്, ചൈതന്യം ഇവൻ. അത് ഓർമ്മിച്ച് അതിൻ്റെ ദൃഷ്ടിയിൽ ഭേദഭാവന മനസ്സിൽ നിന്ന് കളയണം. ഈ ശരീരത്തിൻ്റെ ജന്മത്തിൻ്റെ ഉത്കൃഷ്ട നികഷ്ടകൾ നോക്കരുത്. ബ്രാഹ്മണനാവട്ടെ, ചണ്ടാളനാവട്ടെ, കള്ളനാവട്ടെ, ക്രൂരനാവട്ടെ, പശുവാവട്ടെ, പശുവിനെ തിന്നുന്നവനാവട്ടെ, നായയാവട്ടെ, ശുനിജൈവ ശവാഗേജ പണ്ഡിത സമദർശിന. ഇവിടെ വേഗം പറയാ സമദൃക് പണ്ഡിതോ മതഃ. അവരെല്ലാവരിലും ഒരുപോലെ വാഴുന്ന ഭഗവാനെ ആരാണോ തിരിച്ചറിയുന്നത്, കാണുന്നത്, ഈ കണ്ണുണ്ടല്ലോ അത് കാണുക, അവനാണ് പണ്ഡിതൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ എല്ലാ ജീവികളിലും ആ ഭഗവാനുണ്ടെന്നറിഞ്ഞ് എല്ലാവരെയും നമസ്കരിക്കണം, അത്രയും അർത്ഥം. ആശ്വചാണ്ടാള ഗോഖരം, പശു ആയാലും ശരി, നായായാലും ശരി, കഴുതയായാലും ശരി, കൊഴുതിരയായാലും ശരി, ചണ്ടാളനായാലും ശരി, എല്ലാവരിലും എന്നെ കണ്ടുകൊണ്ട് എൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രണമേൽ ദണ്ഡവത് വീണ് നമസ്കരിക്കുകയാണ്. നമ്മുടെ ദേഹാഭിമാനം സമ്മതിക്കണില്ല അമ്പലത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ, മാതാപിതാക്കന്മാരെ നമസ്കരിക്കാൻ, സ്വന്തം മഹാത്മാക്കളെ നമസ്കരിക്കാൻ, അല്ലേ?
ഇവിടെ ഭഗവാൻ തൻ്റെ ഉദ്ധവനോട്, പ്രിയ ശിഷ്യനോട് പറയണെന്താ? എടാ, കഴുതയെ കണ്ടാൽ പോയി വീഴടാ. വെറുതെ അല്ല, കഴുതയല്ല നമസ്കരിക്കണത്, ആ കഴുതയുടെ ഉള്ളിലെ എന്നെ. മനസ്സിലായോ? ചണ്ടാളനെ കണ്ട അവരിൽ എന്നെ കണ്ടുകൊണ്ട് വീണ് നമസ്കരിക്കുകയെന്നാണ്. ഗോവിനെ കണ്ടാൽ, പശുവിനെ കണ്ടാലും ആരെ കണ്ടാലും സാധനയുടെ ലക്ഷ്യം എന്താ? സർവഭൂതേഷു മദ്ഭാവ ഉപജായതേ. സർവഭൂതജാലങ്ങളിലും സർവജീവജാലങ്ങളിലും ഭഗവാനുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല, അത് ഓൾറെഡി ഉണ്ട് അവിടെ. പക്ഷേ ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ദർശനം, അത് ഉണ്ടാവണ വരികയാണ് സാധന. അതിനാണ് എല്ലാ സാധനങ്ങളും. മനസ്സിലായോ? അപ്പോൾ യാവത്, ഏതുവരെ എല്ലാ ചരാചരങ്ങളെയും ആ ഭഗവത് സ്വരൂപമായി കാണാനാവുന്നില്ലയോ അതുവരെ അത് കാണാൻ വേണ്ടി താവദേവം ഉപാസീത, അത്രത്തോളം കാലം നമ്മൾ ഭഗവാനെ ഭജിക്കണം, ഉപാസിക്കണം. പുഷ്പം കൊണ്ട് പൂജകൾ ചെയ്യണം, അർച്ചനകൾ ചെയ്യണം, കർമ്മം കൊണ്ട് അർച്ചന ചെയ്യണം. വാങ് മനക്കായ വൃത്തിവി. നോക്കൂ, ദേഹം കൊണ്ട് ചെയ്യണെന്താ? ലോകസേവ, കർത്തവ്യപാലനം, സമാജത്തിലെ ഉത്തരവാദിത്വങ്ങൾ. പിന്നെയോ ഭഗവാനെ പൂജാഭിഷേകാദികൾ. വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുക, മനസ്സുകൊണ്ടുള്ളത് ഭഗവാനെ ഇഷ്ടദേവതാ ധ്യാനം, ഇതെല്ലാം ചെയ്യണം. മനസ്സിലായോ? ഏതുവരെ ചെയ്യണതൊക്കെ? സർവം ബ്രഹ്മാത്മകം തസ്യ വിദ്യയ ആത്മമനീഷയ പരിപശ്യൻ ഉപരമേൽ സർവതോ മുക്ത സംശയ. എല്ലാ സാധനങ്ങളും ഉപാസനയും എല്ലാം അവസാനിപ്പിക്കാം അവന്. എപ്പോ? എല്ലാവരും ഭഗവത് സ്വരൂപമായി, ബ്രഹ്മസ്വരൂപമായി, ആ ഈശ്വരമയമായി അനുഭവപ്പെടുമ്പോൾ. അതുവരെ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അയാൾക്ക്. അതുവരെ വിശ്രമം പാടില്ല. മനസ്സിലായോ? നിത്യനിരന്തര ഹരിസ്മരണയോടെ ശ്രീഹരിയുടെ പൂജയായിട്ട് സകല കർമ്മങ്ങളും ചെയ്തോളണം, പൂജ ചെയ്തോളണം, നാമം ജപിച്ചോണം, ഭഗവാനെ ധ്യാനമൊക്കെ അനുഷ്ഠിച്ചോണം. ആ സാക്ഷാത്കാരം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒരു സാധന അയാൾക്ക് ആവശ്യമില്ല. രമണ മഹർഷി ആദ്യം ഒരു കുട്ടി പ്രായത്തിൽ പോയതാണല്ലോ തിരുവണ്ണമലയിൽ. അവിടെ പോയിട്ട് ആ ഗുഹയിലൊക്കെ ഇങ്ങനെ കുറേ കാലം ധ്യാനമൊക്കെ പരിശീലിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ രമണ മഹർഷി പിന്നെ ധ്യാനമൊന്നുമില്ല, അതിനെങ്ങനെ ഇരിക്കും. അപ്പോൾ ചെറിയ ചോദിച്ചു, പണ്ടൊക്കെ ഭഗവാൻ ധ്യാനിക്കാറില്ല, അപ്പോൾ ഭഗവാൻ എന്നാണ് അദ്ദേഹം എല്ലാവരും വിളിക്കുക. ഭഗവാനെ സാക്ഷാത്കരിച്ചവർ ഭഗവാനാണ്, ഭഗവത് തുല്യനായി. മനസ്സിലായോ? അതുകൊണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ടൊക്കെ ഭഗവാൻ ധ്യാനിക്കാറുണ്ട്, ഇപ്പോൾ ഒന്നും ധ്യാനിക്കണില്ലല്ലോ. ആ ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഇവിടെ വരണവരും പോണവരും ഒക്കെ ഭഗവാനായിട്ട് കാണുകയാണ്. എല്ലാത്തിനെയും ഭഗവാനായി കാണുന്ന ആൾക്ക് പിന്നെ എന്തിനാ കണ്ണടച്ച് ധ്യാനിക്കണേ? ആദ്യം ധ്യാനിക്കണം, തൻ്റെ ഉള്ളിൽ ആ ഭഗവാനെ കാണണം, അപ്പോഴാണ് എല്ലാത്തിലും കാണാൻ പറ്റുക. മനസ്സിലായോ? അപ്പോൾ സർവം ബ്രഹ്മാത്മകം എന്നുള്ളത് രമണ മഹർഷിക്ക് അനുഭവമായി. അതനുഭവപ്പെട്ടവരാണ് മഹാത്മാക്കൾ. തപോവനസ്വാമികൾ ഒരു പുസ്തകമുണ്ട്, ഈശ്വരദർശനം. എങ്ങനെയാണ് നമുക്ക് ഈശ്വരദർശനം ഉണ്ടാവുകയെന്ന്. ഈശ്വരദർശനം ഉണ്ടായാൽ എങ്ങനെയുണ്ടാവുമെന്ന് അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരദർശനത്തെക്കുറിച്ച് നമ്മുടെ മൂഢസങ്കല്പങ്ങളൊക്കെ പോവുക. മനസ്സിലായോ? അദ്ദേഹം കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കടുവ ചാടി വീണു. കടുവ നാരായണായ നമഃ. കടുവയെ നാരായണനായിട്ട് കാണും അദ്ദേഹം. അദ്ദേഹത്തിന് അവിടെ കല്ലും മുള്ളും ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറയും, ഇതെല്ലാം നോക്കൂ, ആ മഹാപ്രഭുവിൻ്റെ പരമേശ്വരൻ്റെ ആ വൈഭവം നോക്കൂ, മഹിമ നോക്കൂ, ശിവനായി കാണുക. മനസ്സിലായോ? ശിവമയമായിട്ടാണ് കാണുന്നത്. കാട്ടിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകും. നടന്നു പോകുമ്പോഴോ ക്രൂരമൃഗങ്ങളെ കാണും. പക്ഷേ ക്രൂരമൃഗങ്ങൾ തപോവനസ്വാമികളെ ഒന്നും ചെയ്യില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പേടിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യില്ല അല്ലേ? പക്ഷേ എന്താ കാരണം? ഈ തപോവനസ്വാമികൾക്ക് എല്ലാത്തിലും ഈശ്വരനാണ്, എല്ലാവരും ഈശ്വരനായി കാണുക. കേട്ടോ, ആ കടുവ ചാടി വീണിട്ട് തപോവനസ്വാമികളെ കാൽക്ക ഒന്നൊന്ന് മണത്തു അത്രേ. എന്നിട്ട് ഒരു വട്ടം ചുറ്റിയിട്ട് അത് അതിൻ്റെ പാട്ടിന് അങ്ങോട്ട് പോയി. നമ്മൾക്ക് അവരെ ഭഗവാനായി കാണാൻ കഴിഞ്ഞ ദുഷ്ടനും ശത്രുവും അവർ പോലും അവരുടെ സമീപത്തെത്തുമ്പോൾ അവരുടെ മനസ്സ് മാറും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ കാട്ടിലൊക്കെ വനത്തിലൊക്കെ പോയിരിക്കുമ്പോൾ ക്രൂരമൃഗങ്ങളും ശാന്തമൃഗങ്ങളൊക്കെ ചുറ്റും വന്നിരിക്കും അത്രേ. കടുവ, പുലി, സിംഹമൊക്കെ ഇപ്പുറത്തോ മാന്, പശുക്കൾ, അങ്ങനത്തെ സാധുമൃഗങ്ങൾ കണ്ടാൽ പരസ്പര ശത്രുക്കളല്ലേ അല്ലേ? ഇതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിമനോഹരമായൊരു ചിത്രം പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നു. ഇത് വെക്കേണ്ടത് ആവശ്യം തോന്നുന്നുണ്ട്. ഈ പൊളിറ്റീഷ്യൻസിൻ്റെയും സിനിമാ സ്റ്റാറുകളുടെയൊക്കെ പടം വന്ന് ഇതൊക്കെ പോയപ്പോഴാണ് നമ്മുടെ സംസ്കാരം കളഞ്ഞു വിളിച്ചത്. സംസ്കാരം പോണേൻ്റെ പ്രതീകം ഇങ്ങനെയൊക്കെ ആവണത്.
കയറി വരണ മുറിയിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവണം. ആ ഫോട്ടോ കൂടി ഏതായിരുന്നു? വളരെ രസകരമാണ് ആ ഫോട്ടോ. പാർവതി പരമേശ്വരൻ കൈലാസത്തിലിരിക്കുന്ന പാർവതിയുടെയും പരമേശ്വരൻ്റെയും. അത് രസം അതും കൂടിയല്ല. നോക്കണം, പാർവതി പരമേശ്വരൻ ഇരിക്കണം, ശിവൻ്റെ വാഹനമായ കാള, ഇപ്പുറത്തോ പാർവതിയുടെ വാഹനം സിംഹം. ബദ്ധശത്രു അല്ലേ? കണ്ടപ്പം പിടിച്ച് ചെയ്യുന്നില്ലേ? ഇവിടെ ഒരു വിരോധമില്ല, നടക്കില്ല. മടിയിൽ ഉണ്ണിഗണപതി, ഉണ്ണിഗണപതിയുടെ വാഹനം എലി. അപ്പുറത്തോ ബാലമുരുകൻ, ഉണ്ണിമുരുകൻ, മുരുകൻ്റെ വാഹനം മയില്. ബദ്ധശത്രു അല്ലേ? പോരാ, മഹാദേവൻ്റെ കഴുത്തിൽ, കാതിൽ, തലയിലൊക്കെ മയിലിൻ്റെ ബദ്ധശത്രുവായ പാമ്പ്. നോക്കണേ, എന്താ ഐകമത്യത്തോടെയാ, ഒരു വിരോധമില്ലാതെ കഴിയണേ. ഈ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക. അതിൻ്റെ തത്വം എന്താ? ഭഗവാൻ ഇരിക്കണം എങ്ങനെയാ? അർദ്ധനിമീലിതേഷനായിട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടെയല്ല, ഈ ലോകത്തിലല്ല, ആ അന്തർമുഖ ആത്മസ്വരൂപത്തിൽ ആത്മാരാമനായിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരിലും മനസ്സിൽ പോലും ഭേദബുദ്ധി നീങ്ങുന്നു, ശത്രുഭാവമില്ലാണ്ടാവുന്നു. കണ്ടോ? ഇങ്ങനൊരു പടം നീ മേടിച്ചുകൊണ്ട് വീട്ടിലും വെക്കണം കേട്ടോ. ഇതൊക്കെ ഓർക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനത്തെ ഒരു മാനസികമായ അവസ്ഥയിലേക്ക് എത്തൽ. അതാ നല്ലതില്ലേ? കാള, ഇവിടുത്തെ പശു, ഇവിടെ മയിൽ, ഇവിടെ പാമ്പ്, ഇവിടെ എലി. ഇവർക്ക് ആർക്കും ഒരു വിരോധമില്ല. അവിടെ പുറത്ത് കിടന്നാൽ അപ്പം കീരിയും പാമ്പുക, ശത്രുവാ. ഇവിടെ ഇല്ല. ഇതുവരെയാണ് ഇത് ആ അനുഭൂതിയാണ് ലക്ഷ്യം. ഇനി ഭഗവാൻ ഒന്നുകൂടിയും പറഞ്ഞു, ഏഷാ ബുദ്ധിമതാം ബുദ്ധി. ഇതുവരെ ബുദ്ധിമാന്മാരുടെ ആ ബുദ്ധിശക്തി ഈ സത്യം സാക്ഷാത്കരിക്കുന്നതിലാണ്. മനീഷാജ മനീഷിണം. ഒരാൾ സമർത്ഥനാണ്, വളരെ ക്ലവറാണെന്നൊക്കെ പറയുന്നു. അയാളുടെ സാമർഥ്യം എന്തിലാ? ഈ നശ്വരമായ ഈ ജീവിതം നമുക്ക് കൈവന്നിട്ട്, ഈ നശ്വരമായ മനുഷ്യജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും മുമ്പ് അനശ്വരനായ ആ പ്രഭുവിനെ സാക്ഷാത്കരിക്കണം, നേടണം. അങ്ങനെയല്ലേ? എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നല്ല ലാഭത്തിനല്ലേ? നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതം വളരെ പരിമിതമാണ്, കുറച്ച് കാലമേ ഉള്ളൂ അല്ലേ? അപ്പം നശ്വരമായ ഈ മർത്യജന്മം കൊണ്ട് യൽ സത്യം അമൃതേനേഹ മർത്തേന ആപ്നോതി മാമൃതം. ഈ മർത്യ ശരീരം എന്നാ പറയാം. എന്നല്ലെങ്കിൽ നാളെ ചത്തുപോകാൻ പോണ ഈ ശരീരം ജീവിതം നമുക്ക് കിട്ടി. ഇത് പോണതിന് മുമ്പ് ആ അമൃതത്വം പ്രാപിക്കുക, നാശരഹിതനായ പരമാത്മ സാക്ഷാത്കാരം. അതാണത്രേ ബുദ്ധിമാൻ്റെ ബുദ്ധി, സമർത്ഥൻ്റെ സാമർഥ്യം ഇവിടെയാണ് അത്ര തെളിയിക്കുന്നത് നൃത്തം. അതുകൊണ്ട് ഉദ്ധവരെ, ഞാൻ എല്ലാം സമസ്ത ശാസ്ത്രസാരവും നല്ല വിസ്പഷ്ടയുക്തിമത്, വളരെ ലോജിക്കലായി, വളരെ യുക്തിപൂർവ്വം, വളരെ ശാസ്ത്രീയമായി വിസ്തരിച്ചും ചുരുക്കിയുമൊക്കെ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതിലധികം ഒന്നും അറിയേണ്ടതില്ല. എൻ്റെ ഭക്തന്മാർക്കിത് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കണം, ഭക്തിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. ഈ ഉദ്ധവ ഉപദേശം, ഭഗവാൻ ഉപദേശിച്ച ഉദ്ധവൻ്റെ ഈ ഉപദേശം ഭക്തന്മാർക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഭഗവാനെ വേഗം കൊടുക്കും. അത്രേ, ഭഗവാനെ വേഗം കിട്ടും. അവർ സാധാരണ എണ്ണവിളക്ക് കൊണ്ട് ഭഗവാനെ കത്തിക്കും, പിന്നെ നെയ്വിളക്ക്. ഇവിടെ പറഞ്ഞു ജ്ഞാനദീപേന ദർശയൻ, ജ്ഞാനദീപം കൊണ്ട് എന്നെ ആരാധിക്കുകയാണ്. ധാംഭികന്മാർക്കും നാസ്തികന്മാർക്കും ഷഠന്മാർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഇത് പറഞ്ഞു കൊടുക്കണ്ട. ഈ ദോഷങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി പറഞ്ഞോളൂ, അങ്ങയുടെ ഈ ഭ്രമം പോയോ? ഈ ദേഹത്തിലുള്ള മമത പോയോ? ആസക്തി പോയോ? ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? ബോധ്യം വന്നോ കാര്യങ്ങൾ? ചോദിക്കുക ഭഗവാൻ. ഇനി എന്താ കേൾക്കണ്ടേ? ഭഗവാന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അനന്ത കണ്ണീര് വിട്ടുകൊണ്ട് ആ ഭഗവതോത്തം പറഞ്ഞു, ഭഗവാനേ ധന്യനായി, ഞാൻ കൃതാർത്ഥനായി അവിടുത്തെ പാരമായ കാരുണ്യം കൊണ്ട്. ജ്ഞാനസ്വരൂപനായ അങ്ങേ ഗുരുനാഥനായി കിട്ടി, സാക്ഷാൽ സർവേശ്വരനെ ഗുരുനാഥനായി കിട്ടി. അവിടുത്തെ മുഖത്ത് നിന്ന് ഈ തത്വങ്ങളെ ഗ്രഹിച്ച എനിക്ക് പിന്നെ അജ്ഞാനം ഉണ്ടാവുമോ? സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഇരുട്ടുണ്ടാവുമെന്ന്. അതുപോലെയല്ലേ ഭഗവാൻ ആനന്ദസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായ ഭഗവാനെ ആശ്രയിച്ച ആ ഭക്തന് അജ്ഞാനം ഉണ്ടാവാത്തത്, അതുപോലെ ദുഃഖമില്ലാത്തത് ഉണ്ടാവാത്തത്. എൻ്റെ ദുഃഖവും പോയി, എൻ്റെ അജ്ഞാനവും പോയി. കത്തി വരുന്ന നെരിപ്പോടിൻ്റെ അടുത്ത് തീയിൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾക്ക് തണുപ്പുണ്ടാവുമോ? ഇല്ലല്ലോ. ആനന്ദസ്വരൂപനായ ഭഗവാനെ, എനിക്ക് ആ ആനന്ദം, നഷ്ടപ്പെട്ട ആനന്ദം കൈവന്നു. ഈ ദേഹാദികൾ സൃഷ്ടിക്ക് വേണ്ടി അങ്ങ് മായ കൊണ്ട് വച്ചുറപ്പിച്ച മഹന്ത മമതകളും വീണുപോയി കഴിഞ്ഞിരിക്കണു. ഇനി എന്താ വേണ്ടത് ഉദ്ധവരെ? നമോസ്തുതേ മഹായോഗിൻ
പ്രപന്നമനുഷാധിമാം യഥാതൊച്ചരണാംഭോജേ രതിസ്യാതനപായിനി. ഭഗവാനെ ഇനി അവിടുത്തെ പാദങ്ങളിൽ നിഷ്കളങ്ക ഭക്തി എപ്പോഴും അവിടുത്തെ ഓർമ്മിക്കാൻ കഴിയണം. അതിനവിടുന്ന് അനുഗ്രഹിച്ചാൽ മതി. സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ ഉപദേശിച്ചതൊക്കെ മനസ്സിലായെങ്കിൽ ഇനി ഏകാന്തമായൊരു സ്ഥലത്തിരുന്ന് ഇത് മനനധ്യാനത്തിലൂടെ ആ മനസ്സ് എന്നിൽ ഉറപ്പിച്ച് ഇത് അനുഭവമാക്കും. അതിന് ബദരീനാഥിൽ പൊക്കോളൂ. എൻ്റെ പുണ്യാശ്രമമാണ്, എൻ്റെ പാറതീർത്ഥമാണ് ആ ഗംഗ അളകനന്ദയായിട്ട് അവിടെ ഒഴുകണത്. അതിന് ദർശനം കൊണ്ട് തന്നെ നിനക്ക് പരിശുദ്ധി വരും. അവിടെ ഇരുന്ന് ഈ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കൂ. പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ ഉദ്ധവന് ഭഗവാനെ പിരിഞ്ഞു പോകാൻ അതിന് ആദ്യത്തേക്കാൾ സങ്കടമായി. എന്താ, ആദ്യത്തേക്കാളും വലിയൊരു ബന്ധം ഭഗവാനോട് വന്നില്ലേ? അജ്ഞാനം തീർത്ത് തന്ന്, തൻ്റെ ജന്മത്തിൻ്റെ അർത്ഥമുണ്ടാക്കി തന്ന്, തന്നെ കൃതകൃത്യനാക്കി തീർത്ത ഈ സംസാരത്തുനിന്ന് മോചിപ്പിച്ച ആ പരമഗുരുവിനെ എങ്ങനെ പിരിയും? കൊച്ചുകുട്ടിയെ മാറി സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ കാലിൽ അങ്ങോട്ട് നമസ്കരിച്ച് കിടക്കുക. ഉദ്ധവൻ നടക്കാനാവണില്ല, പോകാനാവണില്ല, ഭഗവാനെ പിരിയാൻ വയ്യ.